നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി, എല്ലാം പാർട്ടി തീരുമാനം എന്നാണ്. പക്ഷെ നമ്മുടെ അവകാശത്തിന്മേൽ ഒരു അടിയറവോ അടിമത്ത മനോഭാവമല്ലേ അത് കാണിക്കുന്നത്. ഒരാൾ കിട്ടില്ല, വേറെ കിട്ടിയല്ലേ പറ്റൂ. ഇപ്പം 14 MLA-മാർ നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന വെച്ചാൽ ഉണ്ടായിരിക്കണം. അത് ആരുടെ ഔദാര്യമല്ല. അത് വളരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയും വളരെ ത്യാഗം സഹിച്ചും വളരെ പേര് കൊല്ലപ്പെട്ടു, അടിമത്തം സ്വീകരിച്ചു, അടിമത്തത്തിലേക്ക് തള്ളിവിട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഡോക്ടർ BR അംബേദ്കർ, ബഹുമാന്യനായ അംബേദ്കർ മുഖേന ഇങ്ങനൊരു റിസർവേഷൻ കിട്ടി. അത് റെപ്രസെൻറ്റേറ്റീവിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എല്ലാം പാർട്ടി തീരുമാനം, അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ശരിയാണോ അല്ലയോ? അതിനുവേണ്ടി അങ്ങ് ചിന്തകനായ അങ്ങ് കുറച്ച് പ്രബോധനം മറ്റുള്ളവരുടെ ഇടയിലേക്ക് പറയാമോ? നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ നിരന്തര സമരത്തിലാണ്. MG യൂണിവേഴ്സിറ്റിയിൽ തിരുവോണത്തിൻ്റെ അന്ന് ഗവേഷകർ സമരം ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് 2-3 വർഷത്തെ ഫെലോഷിപ്പ് MG യൂണിവേഴ്സിറ്റി അവിടുത്തെ ഗവേഷകർക്ക് ഒരുമിച്ച് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. കോൺഗ്രസ് ഇപ്പോൾ വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? കൊടിക്കുന്നിൽ സുരേഷും അതിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും സംരക്ഷണ യാത്ര ഇവർ നടത്തിയായിട്ട് നമ്മുടെ ഓർമ്മയിലുണ്ടോ? എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ദളിത് അവകാശ സംരക്ഷണ യാത്ര എന്താ കോൺഗ്രസ് നടത്താത്തത്? വന്നാലും പോലെ ഒരു ദളിതർ അവകാശത്തിനെതിരെ ഒരു PC വിഷ്ണുനാഥ് MLA ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിൽ സംസാരിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ MLA-മാരൊക്കെ എന്താ സംസാരിക്കാത്തത്? വയനാട്ടിൽ ദാരിദ്ര്യമുക്ത ജില്ലയാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുക, പക്ഷേ അവിടെയാണ് ടോയ്ലറ്റ് ഇല്ലാത്ത കുട്ടികൾ അതിദുരിത താമസ സൗകര്യം, അതിദുരിതം അനുഭവിക്കുക താമസത്തിന്. OR കേളുവിൻ്റെ മണ്ഡലത്തിലാണ് ഈ വിഷയം നടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇടപെട്ടോ? ആരിടപെടും? അപ്പോൾ പ്രബോധനം എന്ന് പറയുന്നത് പൊതുവെ പറയേണ്ട ഒരു കാര്യം, തുറന്നു പറയുക. ഞാൻ ഈ ഒരു അപകടകരമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സർക്കാർ ജീവനക്കാരനും കൂടെ ആണല്ലോ. അപകട വഴിയില്ല, തീർത്തും അപകടകരമായ വഴിയിൽ. പക്ഷേ എൻ്റെ ജനത എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് സർക്കാരിന് ഒരു പേടി. അപ്പം നിങ്ങളൊക്കെയാണ് എൻ്റെ ധൈര്യം. അപ്പോൾ പ്രബോധനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ സ്വയം പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരം ഒരു പ്രചോദന വഴിയിലൂടെ മാത്രമേ നമുക്ക് സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ളൊക്കെ പരിപാടികളൊക്കെ നിരന്തരം നടത്തുന്നുണ്ട്, സമരപരിപാടികളൊക്കെ നിരന്തരം പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഒക്കെ തന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. അത് യഥാർത്ഥത്തിൽ അങ്ങനെ സാധ്യമാകുന്നത് ഈ സ്വയം ആത്മപ്രചോദിതമാകുക എന്ന് പറയത്തില്ലേ. അപ്പോൾ ഇന്നലെ പെരുന്നാട് നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, പൊയ്കയിൽ അപ്പച്ചൻ്റെ അയ്യങ്കാളിയുടെയൊക്കെ ആ ചരിത്ര സ്പർശം എന്നിലൂടെ പ്രവഹിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ ഒരു ആത്മപ്രചോദനമാണ് യഥാർത്ഥത്തിൽ ധൈര്യസമേതം സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവരൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് സംസാരിക്കാൻ സാധ്യമാകുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ അപ്പച്ചനും നാരായണ ഗുരു ഒക്കെ തരുന്ന ധൈര്യം, അവർ ജീവിച്ച ആപൽക്കരമായ ജീവിതവുമാണ് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. നമ്മളെല്ലാവരും ഒരുമിച്ച് പോരാടി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ സമുദായം കൂടുതൽ ശാക്തീകരിക്കപ്പെടുകയും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാകത്തുള്ളൂ. പാർട്ടികളൊക്കെ എപ്പോഴും അവരുടെ പാർട്ടി കൊടുക്കുന്ന, അതേത് പാർട്ടിയാണെങ്കിലും X or Y or Z, അതിനനുസരിച്ച് മാത്രമേ അവർക്ക് പെരുമാറാൻ കഴിയത്തുള്ളൂ. പക്ഷേ ഒരു സമുദായ സ്നേഹിക്ക് മാത്രമേ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. KR നാരായണൻ ആരായിരുന്നു? KR നാരായണൻ കേരളത്തിനാരാണ്? ഇടത്ത് വലത്ത് കക്ഷികൾ മാറി മാറി ഭരിച്ചിട്ടും KR നാരായണൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ആരാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ്. അത് യഥാർത്ഥത്തിൽ പാവങ്ങളുടെ പടത്തലവന്മാരെന്ന് അവകാശപ്പെടുന്നവരല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്?
എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? അവരത് ചെയ്യാതെ വരുമ്പോൾ BJP കണ്ട് അനാച്ഛാദനം ചെയ്തതെന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, കരഞ്ഞിട്ട് കാര്യമില്ല. നോക്കൂ, BJP ഒരു ആദിവാസിയെ രാഷ്ട്രപതിയാക്കി. ശരി, സമ്മതിച്ചു. BJP ടോക്കണിസത്തിലൂടെ ആദിവാസിയെ രാഷ്ട്രപതിയാക്കി. എന്നിട്ട് വിപ്ലവക്കാരെന്ത് ചെയ്തു? വിപ്ലവക്കാരെന്ത് ചെയ്തു എന്നും കൂടെ നമ്മൾ ചോദിക്കണ്ടേ? വിപ്ലവക്കാരെന്താണ് ഒരു ദളിതനെ മുഖ്യമന്ത്രിയാക്കാത്തത്? ഒരു ദളിതനെ പ്രധാനപ്പെട്ട സ്ഥാനമാന പദവികൾ കൊടുക്കാത്തത്? സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാക്കാത്തത്? എന്തും PSC മെമ്പറാക്കാത്തത്? PSCയിൽ ഇപ്പോഴത്തെ PSCയിൽ എത്ര ദളിത് മെമ്പർമാരുണ്ട്? 2 ലക്ഷം ശമ്പളം മാസം. എത്ര ദളിതന്മാരുണ്ട്? പെൻഷൻ ആ ഹോണറേറിയോ എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ എത്ര വരും? 3.5 ലക്ഷം. എത്ര ദളിതരുണ്ട്? പബ്ലിക് സർവീസ് കമ്മീഷനിൽ ബോർഡ് മെമ്പർമാരായിട്ട് എത്ര ദളിതരുണ്ട്? പരിശോധിക്കണം. അപ്പം നമുക്കതൊന്നും കിട്ടുന്നില്ലെന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കണം. അപ്പോൾ ഇടതു വലത് മുന്നണികൾക്ക് ദളിതരോടുള്ള സമീപനം ഒരുപോലെ. ആ സമീപനത്തിന് മാറ്റം വരണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ജനതയായിട്ട് മാറണം. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യും? നമ്മുടെ സമുദായത്തെ മറക്കും. നമ്മളെല്ലാം അങ്ങ് പാർട്ടിക്കാരായിട്ട് മാറും. അത് എക്സ് എന്നുള്ള പാർട്ടിയോ Y എന്നുള്ള പാർട്ടിയോ. നമ്മൾ നമ്മുടെ സമുദായത്തെ മറക്കുകയും നമ്മുടെ പാർട്ടിയുടെ വോട്ടുകുത്തികളായിട്ട് അധപ്പതിക്കുകയും ചെയ്യും. പക്ഷേ NSS അങ്ങനല്ല. അവർ പാർട്ടിയുടെ വോട്ടുകുത്തികളല്ല, അവർ സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണോ? ആണോ? നമ്മുടെ സമുദായത്തിലുള്ള ഒരാൾ നമ്മുടെ വാർഡിൽ മത്സരിക്കാൻ നിന്നാൽ അവനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താനായിരിക്കും നമ്മൾ ആലോചിക്കുക, അല്ലേ? ആ, ചിലയിടത്ത് മാത്രം. പക്ഷെ ഒരു പൊതുവായിട്ടുള്ള പ്രവർത്തനം, എൻ്റെ ഒരു പൊതു നിരീക്ഷണം ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വേണ്ടത്ര ജാഗ്രത ഇനിയും കാണിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ അടിച്ചമർത്തപ്പെടാൻ പോവുക. അടിച്ചമർത്തൽ അവസാനിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ രാഷ്ട്രീയ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ നമ്മൾ കൂടുതൽ അടിച്ചമർത്തപ്പെടുകയും രാഷ്ട്രീയ അധികാരത്തിൽ നമ്മൾ പുറത്താക്കപ്പെടുകയും ചെയ്യും. രാഷ്ട്രീയ അധികാരത്തിൽ പുറത്തായാൽ നമുക്ക് യാതൊരു സാമൂഹ്യ അധികാരവും സാംസ്കാരിക അധികാരവും കാണത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ആഴമേറിയ ഒരു അവബോധം നമുക്ക് വേണം. ഇതൊക്കെ എത്ര കാലം എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയുമെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ പറയുന്നതിൻ്റെ പേരിൽ ഇനി എന്ത് പീഡനം നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങളൊക്കെ തന്നെ ഒരു ധൈര്യം കേട്ടോ. ശരി.